കാരുണ്യവാനായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഉപദേശകനാണ് മരണം എന്ന് നമ്മൾ പലതവണ മനസ്സിലാക്കിയവരാണ്. ഭൂമി ലോകത്തേക്ക് ജനിച്ചു വീണവരൊക്കെയും ഒരിക്കൽ മരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് നമുക്കറിയാം. എങ്കിൽ നമ്മുടെ ആ മരണം അത് എങ്ങനെയുള്ളതായിരിക്കണം? സത്യവിശ്വാസികൾ എന്ന നിലക്ക് ഇസ്സത്തോടെയും സമാധാനത്തോടെയും മരണത്തെ സ്വീകരിക്കാൻ കഴിയേണ്ടതുണ്ട്, സാധിക്കേണ്ടതുണ്ട്. മരണം അത് രണ്ട് രൂപത്തിലാണ് ഉണ്ടാവുക. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് വളരെ സന്തോഷകരമായ മരണവും, അള്ളാഹുവിനെ ധിക്കരിക്കുകയും ഇസ്ലാമിക നിയമങ്ങളൊന്നും പാലിക്കാതെ തോന്നിവാസിയായി ജീവിക്കുന്നവർക്ക് വളരെയേറെ പ്രയാസങ്ങൾ നിറഞ്ഞ മരണവുമായിരിക്കും അനുഭവിക്കേണ്ടി വരിക, അഭിമുഖീകരിക്കേണ്ടി വരിക എന്ന് നമുക്ക് കാണാനും മനസ്സിലാക്കാനൊക്കെ കഴിയും. സാധാരണഗതിയിൽ മനുഷ്യരുടെ ഒരു ധാരണ എന്താണെന്ന് ചോദിച്ചാൽ, നരകത്തിലെയും സ്വർഗത്തിലെയും, അതല്ലെങ്കിൽ ഒരു മനുഷ്യൻ ചെയ്ത പ്രവർത്തനങ്ങൾ നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അതിൻ്റെ ഫലം അത് നാളെ മറ്റന്നാൾ എപ്പോഴോ ഒരു പരലോകത്ത് വെച്ച് അനുഭവിക്കേണ്ടതാണ് എന്നൊരു ധാരണയാണുള്ളത്. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. വരാനിരിക്കുന്ന ഒരു പരലോക ജീവിതത്തിന് മുമ്പ് തന്നെ ഒരു മനുഷ്യൻ്റെ റൂഹിനെ പിടികൂടുന്നത് മുതൽ, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് അവൻ്റെ റൂഹിനെ വേർപെടുത്തി കൊണ്ടുപോകുന്നത് മുതൽ അവൻ ചെയ്ത നന്മയുടെയും തിന്മയുടെയും ഒക്കെ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും, തുടങ്ങും എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. നഫ്സുൻ ത്വയ്യിബ വ നഫ്സുൻ ഖബീസ, നല്ല ആത്മാക്കൾ, ചീത്ത ആത്മാക്കൾ, ഇങ്ങനെ രണ്ട് തരത്തിലുള്ള പരാമർശം ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ നിരന്തരമായ ആഗ്രഹവും പ്രാർത്ഥനയും അള്ളാഹുവിൻ്റെ മാലാഖമാർ നല്ല ആത്മാക്കളെ പിടികൂടുന്ന രൂപത്തിൽ ഉൾപ്പെടുത്തണേ എന്നതായിരിക്കണം. എങ്ങനെയാണ് നല്ല മനുഷ്യരുടെ റൂഹിനെ അള്ളാഹുവിൻ്റെ മലക്കുകൾ കൊണ്ടുപോവുക? ഒരു മനുഷ്യൻ്റെ റൂഹിനെ പിടികൂടുന്ന രംഗം ഓർമ്മപ്പെടുത്തുന്ന ചില പരാമർശങ്ങളൊക്കെ വിശുദ്ധ ഖുർആനിലുണ്ട്. അതിൽ നല്ല ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം പടച്ചറബിൻ്റെ നിയമങ്ങളൊക്കെ അനുസരിച്ച് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിലൊക്കെ ജീവിച്ച ഒരു റൂഹ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മരണസമയമായാൽ അവൻ്റെ റൂഹിനെ പിടിക്കാനല്ല മലക്കുകൾ വരുന്നത്. പിന്നെ ആ നല്ല മനുഷ്യന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല തയ്യാർ ചെയ്ത് വെച്ചിട്ടുള്ള, ആ ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിലേക്ക്, ആ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനും അതിലേക്ക് ക്ഷണിക്കാനും ആനയിക്കാനുമൊക്കെയാണ് അള്ളാഹുവിൻ്റെ മാലാഖമാർ വരിക എന്നാണ് നമുക്ക് കാണാനും മനസ്സിലാക്കാനൊക്കെ കഴിയുന്നത്. അപ്പം എങ്ങനെയാണ് നല്ല മനുഷ്യരുടെ റൂഹിനെ അള്ളാഹുവിൻ്റെ മാലാഖമാർ ആ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക? ഹദീസുകളിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, നല്ല മനുഷ്യരുടെ മരണമെന്ന് പറയുന്നത് അത് വളരെ ആനന്ദകരവും സന്തോഷകരവുമായിരിക്കുന്ന, നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടതാണ്. സത്യവിശ്വാസികളായ നല്ല മനുഷ്യരുടെ ആത്മാവിനെ എങ്ങനെയാണ് മലക്കുകൾ കൊണ്ടുപോവുക എന്നതിനെക്കുറിച്ച് വളരെ വിശദമായിക്കൊണ്ട് തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിലെ മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. തങ്ങളെ കാണുമ്പോൾ തന്നെ ഈ റൂഹിന് സന്തോഷമുണ്ടാകാൻ, ആനന്ദമുണ്ടാകാൻ,
മലക്കുകൾ വളരെ സുന്ദരമായ വേഷമൊക്കെ ധരിച്ച് ഏറ്റവും നല്ല സുഗന്ധമൊക്കെ പൂശി വളരെ ആകർഷണീയമായ രൂപത്തിലാണ് നല്ല ആത്മാവിൻ്റെ മുമ്പിൽ മാലാകമാർ വന്നിരിക്കുക എന്നാണ് ഹദീസിൽ കാണാം. ഇന്നൽ അബ്ദ ഇദാ കാന ഫീ ഇൻഖിതാഇ മിനദ് ദുനിയ വ ഇഖ്ബാലി മിനൽ ആഖിറ, ഒരു മനുഷ്യന് ഈ ദുനിയാവിൽ നിന്ന് വിട പറയേണ്ടുന്ന സമയമായി കഴിഞ്ഞാൽ നസല ഇലൈഹി മലായികത്തും മിനസ് സമാ, ആകാശലോകത്ത് നിന്ന് മാലാകമാരിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. ബീദുൽ വുജൂഹ്, നല്ല വെളുത്ത മുഖവുമായി, പ്രകാശിക്കുന്ന മുഖവുമായി. വുജൂഹും ഷംസ്, അവരുടെ മുഖം ഇങ്ങനെ കണ്ടാൽ സൂര്യനെ പോലെ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നുണ്ടാകുമെന്നാണ്. പിന്നെയോ മഅഹും കഫൻ മിൻ അക്ഫാനിൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള ഒരു കഫൻ തുണിയായിട്ടാണ് അവർ വരുന്നത്. വഹുനൂത്ത് മിൻ ഹുനൂത്തിൽ ജന്ന, സ്വർഗത്തിലെ ഏറ്റവും നല്ല സുഗന്ധവുമായിട്ടാണ്, പെർഫ്യൂമായിട്ടാണ് അവർ വരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു നല്ല മനുഷ്യൻ്റെ മരണസമയമായി കഴിയുമ്പോൾ പ്രകാശിക്കുന്ന മുഖത്തോടുകൂടി സുന്ദരമായ വേഷം ധരിച്ച് വെള്ളവസ്ത്രം ധരിച്ച് ഈ റൂഹിനെ കാണുമ്പോൾ തന്നെ കൂടെ പോകാൻ തോന്നുന്ന വിധത്തിൽ വളരെ ആകർഷണീയമായ വിധത്തിൽ സ്വർഗത്തിലെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ തേച്ച് വാസനിപ്പിച്ച കഫൻ തുണിയുമായിട്ടാണത്രേ മലക്കുകൾ വരിക. എന്നിട്ടോ ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ്റെ മുമ്പിൽ ഇങ്ങനെ നിറഞ്ഞ ദൃഷ്ടിയിൽ മലക്കുകൾ വന്നിരിക്കുന്നതാണ്. അതൊക്കെ ചില ഹദീസുകൾ ഇതിങ്ങനെ വളരെ സുന്ദരമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അത് കേട്ടാൽ നമുക്ക് തോന്നും അങ്ങനെ ഇപ്പോൾ മരിച്ചു കിട്ടിയാലോ എന്നൊക്കെ തോന്നിപ്പോകും. അത്ര ഭംഗിയായിട്ടത് വിശദീകരിക്കുന്നുണ്ട്. ഈ മരിക്കാൻ കിടക്കുന്ന റൂഹുണ്ടല്ലോ, നല്ല മനുഷ്യൻ, ഇവനത് എവിടേക്ക് നോക്കിയാലും നല്ല വെള്ള വസ്ത്രം ധരിച്ച സുമുഖരായ മലക്കുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിങ്ങനെ ഇരിക്കുന്നൊരു വല്ലാത്തൊരു സമാധാനത്തിൻ്റെ കാഴ്ചയായിരിക്കും ഈ റൂഹിനെ കാണാൻ കഴിയുക എന്നാണ്. അതൊരു വല്ലാത്തൊരവസ്ഥയാണത് എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ അള്ളാഹുവിൻ്റെ മാലാകമാരിങ്ങനെ കാണുമ്പോൾ തന്നെ ആകർഷണമായ രൂപത്തിൽ വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് ആ സ്വർഗത്തിലേക്ക് അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ നമ്മൾ ചീഫ് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഈ ഭാരവാഹികളിങ്ങനെ ആനയിച്ചു കൊണ്ടുപോകുമല്ലോ, മുമ്പിലും പിമ്പിലൊക്കെ നടന്നിട്ട്. ഇങ്ങനെ ആനയിച്ചു കൊണ്ടുപോകാൻ വേണ്ടി മലക്കുകൾ വരുന്നത് കാണുമ്പോഴാണത്രേ അങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ടൊക്കെ ഇങ്ങനെ മരിക്കാൻ കഴിയുക. ചില ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ, മരിച്ചു കിടക്കണ മയ്യത്ത് കണ്ട് നമ്മൾ പറയാറില്ലേ, എന്താ മുഖത്തൊരു വെളിച്ചം, ഇങ്ങനെ ചിരിച്ചിട്ടാണ് കിടക്കണമെന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അതാണ് ഇവരെ കാണുമ്പോൾ അങ്ങോട്ട് എത്തേണ്ടതിലേക്ക് എത്താനുള്ളൊരു സന്തോഷം, ആ മുഖത്ത് ആ വെളിച്ചം അങ്ങോട്ട് പ്രകടമാകുന്ന, അങ്ങനെ മുമ്പിൽ വന്നിരുന്നിട്ട് മലക്കുകൾ പറയുന്ന രംഗം ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അല്ലദീന തതവാഫാഹുമുൽ മലായിക ത്വയ്യിബീന യഖൂലൂന സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ. മലക്കുകൾ വന്നിരുന്നിട്ട് പറയാണ്, നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടിതാ സ്വർഗത്തിലേക്ക് ഇങ്ങോട്ട് വരീം. മറ്റൊരിടത്ത് പറഞ്ഞത് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, വളരെ സമാധാനത്തോടുകൂടി കിടക്കണ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക റാളിയത്തൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി ഫദ്ഖുലി ജന്നതി. അങ്ങനെ സ്വർഗത്തിലേക്ക്, അള്ളാഹിൻ്റെ തൃപ്തിയിലേക്ക് അങ്ങനെ ക്ഷണിക്കുകയാണ്. ഹദീസിൽ കാണുന്നത് സുമ്മ യജീഉ മലക്കുൽ മൗത്ത് ഹത്താ യജ്ലിസ ഇൻദ റഅസിഹി ഫയഖൂൽ. അങ്ങനെ മലക്കുൽ മൗത്ത് ഉണ്ടല്ലോ, ഒരുപാട് മലക്കുകൾ വന്നിട്ടുണ്ട്. അതിൽ റൂഹിനെ പിടിക്കാൻ വേണ്ടി ഏൽപ്പിച്ച മലക്കുണ്ടല്ലോ, ആ മലക്ക് വന്നിട്ട് ഈ മനുഷ്യൻ്റെ തലയുടെ അടുത്ത് വന്നിരിക്കും. എന്നിട്ട് പറയും, അയ്യത്തുഹൻ നഫ്സു ത്വയ്യിബ, നല്ല റൂഹേ, നല്ല മനുഷ്യ, നല്ല ആത്മാവേ, ഇഖ്റുജി ഇലാ മഗ്ഫിറത്തില്ലാഹി വറിദ്വാൻ, അള്ളാഹുവിൻ്റെ റിദ്വാനിലേക്ക്, ആ മഗ്ഫിറത്തിലേക്ക്, ആ സ്വർഗത്തിലേക്ക് ഇങ്ങോട്ട് പോവാം. ഇത് പറയുമ്പോൾ എന്നിട്ട് റസൂൽ വിശദീകരിക്കാൻ, ഇതിങ്ങനെ മലക്ക് പറയുന്നതോടുകൂടി ഒരു പാത്രത്തിൽ നിന്ന് വെള്ളമൊഴിക്കുമ്പോൾ എത്രത്തോളം സോഫ്റ്റായിട്ടാണോ ആ വെള്ളമൊഴിയുക. വേറെ റിപ്പോർട്ടിലുള്ളത്, ഒരു എണ്ണപ്പാത്രത്തിൽ നിങ്ങളൊരു നൂലിട്ടിങ്ങോട്ട് വലിക്കുമ്പോൾ എത്ര മൃദുലമായിട്ടാണോ ആ നൂലിങ്ങോട്ട് എടുക്കാൻ പറ്റുക, അതേ മൃദുലതയിൽ അത്ര സോഫ്റ്റായിട്ട്
ഈ റൂഹ് അങ്ങോട്ട് ഇറങ്ങി മലക്കുകളുടെ കയ്യിലേക്ക് പോകുന്ന. എന്നിട്ടോ അങ്ങനെ വളരെ സോഫ്റ്റായിട്ട് ഈ മലക്കിൻ്റെ കയ്യിലേക്ക് റൂഹ് അങ്ങനെ ഇറങ്ങി പോകുകയാണ്. ഈ റൂഹിനുണ്ട് കിട്ടിക്കഴിഞ്ഞാൽ മലക്കുകൾ ആ റൂഹിൽ സുഗന്ധം പൂശി ഈ കഫംപുടയിൽ പൊതിഞ്ഞ് അങ്ങനെ ആകാശത്തേക്ക് പോകുകയാണ്. ഒരു നിമിഷം പോലും തൻ്റെ കയ്യിൽ നിന്ന് ഈ റൂഹിനെ നിലത്ത് വെക്കാൻ ഒരു മലക്കും ആഗ്രഹിക്കൂല എന്നാണ്. എല്ലാവരും കൊതിക്കണം, ഒന്നതിനെ തൊടാൻ കിട്ടിയിരുന്നെങ്കിൽ. നിങ്ങൾ ആലോചിച്ചൊക്കെ ആ സീനൊക്കെ ഒന്ന് മനസ്സ് കണ്ടു നോക്കിയ രംഗങ്ങൾ. ഈ ശുദ്ധമായ ആത്മാവിനെ, നല്ല മനുഷ്യൻ്റെ ആത്മാവിനെ കൊണ്ടുപോകുമ്പോൾ ഓരോ മലക്കും ആഗ്രഹിക്കാൻ ഞങ്ങൾക്കതൊന്ന് തൊടാൻ കിട്ടിയിരുന്നെങ്കിൽ. പക്ഷേ പിടിച്ച മലക്ക് ഒരു നിമിഷം പോലും തൻ്റെ കയ്യിൽ അത് നിലത്ത് വെക്കാനോ മറ്റൊരാൾക്ക് കൊടുക്കാനോ ഇഷ്ടപ്പെടില്ല എന്നാൽ. അങ്ങനെ ഓരോ ആകാശത്തിൻ്റെയും മുമ്പിലെത്തുന്നു, ആകാശവാതിലുകൾക്ക് മുമ്പിലെത്തുന്നു. അപ്പോൾ ചോദിക്കുന്നു മലക്കുകൾ, അവിടെ ആകാശലോകത്തുള്ള മലക്കുകൾ ചോദിക്കുകയാണ്, ഏതാണ് ഈ ആത്മാവ്? എന്താ ഇത്ര മണം, ഇത്ര സുഗന്ധം എവിടെ നിന്നാണ്? ആരാണിത്? ആരാണ് ഈ ഭാഗ്യവാൻ? എന്നിങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ കൊണ്ടുപോകുന്ന മലക്കുകൾ ഏറ്റവും നല്ല പേരിൽ ഈ മയ്യത്തിനെ, ഈ റൂഹിനെ പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെ ഓരോ ആകാശവാതിലുകളും കടന്നു പോകുമ്പോൾ അനേകായിരം ലക്ഷക്കണക്കിന് മലക്കുകൾ ഈ റൂഹിൻ്റെ പിന്നിൽ അങ്ങനെ പോവുകയാണ്. അങ്ങനെ പോയി മലക്കുകൾ, ഹദീസിലൊക്കെയുള്ളത് തിക്കും തിരക്കും കൂട്ടുന്ന മലക്കുകൾ. എന്തിന്? ഒരു നിമിഷം ഈ റൂഹിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൊണ്ടുപോയി അവസാനം അത് 7-ാം ആകാശത്തെത്തും. 7-ാം ആകാശത്തെത്തുമ്പോൾ ഫയഖൂലുല്ലാഹി അസ്സ വജൽ, അല്ലാഹ് പറയുക, ഉക്തുബു കിതാബ അബ്ദി ഫി ഇല്ലിയീൻ. ഇല്ലിയീനിൽ ഈ റൂഹിൻ്റെ പേര് അവിടെ എഴുതി വെക്കുക, അവിടെ എഴുതി രേഖപ്പെടുത്തി വെക്കുക. വഈദൂഹു ഇലൽ അർദ്, എന്നിട്ട് ഭൂമിയിലേക്ക് തന്നെ മടക്കുക, ആ ഖബറിലുള്ള ശരീരത്തിലേക്ക് തന്നെ മടക്കുക എന്നുള്ള മലക്കുകളോട് പറയുന്ന. അങ്ങനെ റൂഹിനെ കൊണ്ടുപോയി ആ ഇല്ലിയീനിൽ രേഖപ്പെടുത്തി വീണ്ടും ഖബറിലേക്ക് തന്നെ ഈ റൂഹിനെ ശരീരത്തിലേക്ക്, ഖബറിലേക്ക് പിന്നെ ആത്മാവിനെ തിരിച്ച് അയക്കുകയാണ്. അങ്ങനെ ഖബറിൽ മലക്കുകൾ വരുന്നു. പിന്നെ ഈ നല്ല റൂഹിനെ കൊണ്ടുപോയി വെച്ച ഖബറുണ്ടല്ലോ, ആ ഖബറിലൊരു ജീവിതം ഒരുപാട് കാലഘട്ടങ്ങളുണ്ട്. ഖിയാമത്ത് നാൾ വരെ പിന്നെ ഖബറിലാണ് കഴിയാനുള്ളത്. ആ ഖബറിലേക്ക് പിന്നെ മലക്കുകൾ വരുന്ന വല്ലാത്ത ചില രംഗങ്ങളൊക്കെ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ റൂഹിനെ ഖബറിലേക്ക് മടക്കിക്കഴിഞ്ഞാൽ വളരെ ആകർഷണീയമായ രൂപത്തിൽ വസ്ത്രം ധരിച്ച സുമുഖരായ 2 മലക്കുകൾ അവിടെ വരും എന്നാണ് ഹദീസിലുള്ളത്. അങ്ങനെ മലക്കുകൾ വന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക. മൻ റബ്ബുക്ക, ആരാ നിന്റെ പടച്ചോൻ? റബ്ബാരാ? ഫയഖൂലു റബ്ബി അല്ലാഹ്. യാതൊരു തടസ്സവുമില്ലാതെ, ഒരു പ്രയാസവുമില്ലാതെ ആ റൂഹ് പറയുന്ന മറുപടി, എൻ്റെ റബ്ബ് പടച്ചോനാണ്. നിന്റെ ദീൻ ഏതാണ്? ദീനി അൽ ഇസ്ലാം. ഈ ദീൻ, എൻ്റെ ഇസ്ലാമാണ് എൻ്റെ ദീൻ. ഇങ്ങനെ ഓരോ ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായ മറുപടി, ഒരു തടസ്സമില്ലാതെ ഈ റൂഹ് അങ്ങോട്ട് പറയാണ്. റബ്ബാരാണ്, ദീൻ ഏതാണ്, പ്രവാചകനാരാണ്, നിന്റെ ഇമാം ആരാണ് നിങ്ങൾ ചോദിക്കുമ്പോൾ ഒരു തടസ്സമോ ഒരു ഏടാകൂടും ഇല്ലാതെ ഈ റൂഹ് അങ്ങനെ മറുപടി പറയുന്ന. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് കാണാതെ പഠിച്ചു വെച്ചാൽ പറയാൻ പറ്റണമെന്നല്ല. സമുദായത്തിൽ ഇപ്പോൾ കാണുന്ന ചില ചിത്രങ്ങളൊക്കെ ഉണ്ട്. മയ്യത്തിനെ ഖബറിൽ കൊണ്ടുപോയി വെച്ചിട്ട് ആ തലക്കം ഭാഗത്തിരുന്നിട്ട് ഇങ്ങനെ ചൊല്ലിപ്പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ ചൊല്ലിപ്പഠിച്ചാലും പഠിപ്പിച്ചു കൊടുത്താലൊന്നും പറയാൻ കിട്ടുന്ന കാര്യമല്ല. ഒരു കവി പറഞ്ഞത്, കം മഹറസൽ മൗത് ഫീ ഖബരിൻ വഖഫ്ത ബിഹി അൽ ജവാബി ലിസാനം മാ ബിഹി ഹർസുൻ. ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ വായടിച്ച് നടന്ന് എത്ര വായാടികളെയാണ് ഖബറിൽ നിശബ്ദരാക്കിയത് എന്നാണ്. അപ്പം കാണാതെ പഠിച്ചു പോയിട്ട് പറയാൻ പറ്റുന്ന പരിപാടിയൊന്നുമില്ലാതെ ജീവിതം നേരത്തെ പറഞ്ഞതുപോലെ നല്ല റൂഹിൻ്റെ അവസ്ഥയിലേക്ക് മാറ്റാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമെങ്കിൽ ആ മലക്കുകൾ വന്നിട്ട് അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങനെ എല്ലാത്തിനും വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഏതായാലും അങ്ങനെ നല്ല ആത്മാക്കൾ അങ്ങനെ ഉത്തരങ്ങളെ പറഞ്ഞ് ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെയും കൃത്യമായ മറുപടി ഇങ്ങനെ പറയുമ്പോൾ ആ ഖബറിൽ ഒരു അശരീരി വരുമെന്നാണ്. ആരുടെയാണത്? അള്ളാൻ്റെ. ആകാശ ലോകത്ത് നിന്ന് അള്ളാഹ് വിളിച്ചു പറയാണ്,
സദ്ദഖ അബ്ദീ, എൻ്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു, എൻ്റെ അടിമ ഇതാ സത്യം പറഞ്ഞിരിക്കുന്നു, ചോദിച്ചതിനൊക്കെയും ഉത്തരം തന്നിരിക്കുന്നു. അതുകൊണ്ട് ഫഫ്രിശൂഹു ഫിറാശം മിനൽ ജന്ന, സ്വർഗത്തിലെ വിരിപ്പ് നിങ്ങൾ ഇപ്പം തന്നെ അവനക്ക് വിരിച്ചു കൊടുത്തോ. ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ, നമ്മൾ ചെയ്യുന്ന നന്മ തിന്മകൾക്കുള്ള ഫലം അത് എവിടെയോ ഒരു പരലോകത്തെത്തിയിട്ട് അനുഭവിക്കേണ്ടതല്ല. നമ്മുടെ റൂഹിനെ പിടിക്കുന്നത് മുതൽ തന്നെ അത് അനുഭവിക്കാൻ തുടങ്ങും, അങ്ങനെ ഖബറിലൂടെ മുന്നോട്ട്. അപ്പോൾ ചോദ്യം കഴിഞ്ഞപ്പോൾ അല്ലാഹ് പറയാണ്, എൻ്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ സ്വർഗത്തിലൊരു വിരിപ്പ് അവന് വിരിച്ചു കൊടുക്കുക. വൽബിസൂഹു ലിബാസം മിനൽ ജന്ന, സ്വർഗത്തിലെ വസ്ത്രം നിങ്ങൾ അവന് ധരിപ്പിച്ചു കൊടുക്കുക. സ്വർഗത്തിലെ വസ്ത്രം നിങ്ങൾ അവന് ധരിപ്പിച്ചു കൊടുക്കുക. വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന, ആ ഇടുങ്ങിപ്പിടിച്ചിട്ടുള്ള ഖബറിൽ നിന്ന് വിശാലമായ സ്വർഗത്തിലേക്കൊരു വാതിലും നിങ്ങൾ തുറന്നു വെച്ച് കൊടുക്കുക. ആലോചിച്ച് നോക്കൂ, ഇത് കണ്ട് പറയുന്നതോട് കൂടിയിട്ട് ഈ മനുഷ്യൻ്റെ ഖബർ അതുകൊണ്ട് കണ്ണെത്താ ദൂരത്തോളം വിശാലാകുന്ന, അങ്ങനെയാണ്. കാരണം ജന്നത്തിൻ അർളുഹ സമാവാത്തി വല്ല, ആകാശഭൂമിയോളം വിശാലമായ സ്വർഗം എന്നൊരു പരാമർശമുണ്ട് ഖുർആനിൽ. ഇങ്ങനെ ആകാശലോകത്തോളം വിശാലമായ സ്വർഗം, ആ സ്വർഗത്തിലേക്ക് ഈ ഖബറിൽ നിന്നൊരു വാതിൽ അങ്ങോട്ട് മലക്കുകൾ തുറന്നു കൊടുക്കുമ്പോൾ പിന്നെ കണ്ണെത്താ ദൂരത്തേക്ക് അറ്റമില്ലാതെ മരുഭൂമിയിലൊക്കെ ചെന്ന് നിൽക്കുന്നത് പോലെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ അവൻ്റെ ഈ മനുഷ്യൻ്റെ ഖബർ അങ്ങനെ അങ്ങോട്ട് വിശാലമാകുമെന്ന് മാത്രമല്ല, ആ ഖബറിൽ മുഴുവൻ സ്വർഗത്തിലെ പല സുഖസൗകര്യങ്ങൾ ഇങ്ങനെ അനുഭവിക്കാൻ അവന് തുടങ്ങുകയാണ്. സ്വർഗത്തിൻ്റെ പ്രത്യേകമായൊരു വാസന ഉണ്ട്, ഒരു മണം, ഒരു സുഗന്ധമുണ്ട്. ആ സ്വർഗത്തിൻ്റെ ഒരു സുഗന്ധം, അത് പരിമളം, അതിങ്ങനെ ഖബറിലാകെ അടിച്ചു വീശാൻ തുടങ്ങുന്നതാണ്. നോക്കൂ നിങ്ങൾ, എത്ര ഭംഗിയായിട്ടാണ് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത്. സ്വർഗത്തിനൊരു, ഞാൻ സാന്ദർഭികമായിട്ട് പറയുക, സ്വർഗത്തിനൊരു പ്രത്യേക മണമുണ്ട് എന്നാ. എത്രയോ ദൂരങ്ങൾ അകലെ വരെ ആ സ്വർഗത്തിനെ മണത്തുന്നാണ്. പക്ഷേ ആ സ്വർഗത്തിൻ്റെ വാസന പോലും കിട്ടാത്ത ചില ആളുകളെ കുറിച്ച് കൊണ്ടും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ചെറിയ വിഭാഗം സ്ത്രീകളാണ്. കൊഞ്ചിക്കൊഴഞ്ഞും ആടിക്കൊഴഞ്ഞൊക്കെ നടക്കുന്ന, അന്യാണുങ്ങളോട് കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിക്കുന്ന, വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ ധരിക്കാത്തതിന് തുല്യമെന്ന് റസൂൽ വിശേഷിപ്പിച്ച, അങ്ങനെയൊക്കെ ഉണ്ടത് വേറെ വിഷയം. ഞാൻ പറഞ്ഞത്, അങ്ങനെ കണ്ണെത്താ ദൂരത്തോളം ആഞ്ഞടിക്കുന്ന സ്വർഗത്തിൻ്റെ ആ പരിമളം അത് ഈ മനുഷ്യൻ്റെ ഖബറിലേക്ക് അങ്ങോട്ട് വരാൻ തുടങ്ങുന്നതാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നല്ല മണത്തോടുകൂടി സുഗന്ധത്തോടുകൂടി നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നല്ല സുമുഖനായ, അവിടെയൊക്കെ പ്രയോഗം അങ്ങനെയാണ്, ഒരു മനുഷ്യൻ ആ ഖബറിൽ വരികയാണ്. എന്നിട്ട് പറയോത്രേ, നീ അനുഭവിച്ചോ, ഇതൊക്കെ നിനക്ക് എൻജോയ് ചെയ്യാനുള്ളതാണ്, ആസ്വദിക്കാനുള്ളതാണ്, ഇതൊക്കെ നീ അനുഭവിച്ചോ, ഒരു തടസ്സവും നിനക്കിവിടെ ഇല്ല എന്നിങ്ങനെ ആശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ ഇയാളോടൊപ്പം നിൽക്കുമ്പോൾ ഈ ഖബറാളി അഥവാ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, മൻ അൻത, ആരാണ് നീ, ആരാണ് നീ? മുഖമൊക്കെ വല്ലാതെ പ്രകാശിച്ചുകൊണ്ടുള്ള സുഗന്ധമുള്ള നീ ആരാണ്? എനിക്ക് നിന്നെ പരിചയമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഈ വന്ന ആൾ പറയുന്നൊരു വർത്തമാനമാണ് നമ്മളെ ചിന്തിപ്പിക്കേണ്ടത്. അന അമലുക സ്വാലിഹ്, ഞാൻ നിൻ്റെ സൽക്കർമ്മങ്ങളാണ്, നീ ദുനിയാവിൽ വെച്ചുകൊണ്ട് ചെയ്തു കൂട്ടിയ നിന്റെ സൽക്കർമ്മങ്ങളാണ് ഞാൻ, നിനക്കൊരു കൂട്ടിന് വേണ്ടി പടച്ചവൻ അയച്ചതാ. നോക്കൂ നിങ്ങൾ ആ വർത്തമാനം. എത്ര സുഖസൗകര്യങ്ങളുണ്ടെങ്കിലും ഏകാന്തത ഒരു പ്രശ്നമാണല്ലോ, ഏകാന്തത, ഒറ്റക്കാകുക എന്നുള്ളത്. അപ്പോൾ ഈ സുഖസൗകര്യങ്ങൾ ആസ്വദിക്കുന്നിടത്ത് നിനക്ക് ഒരു കുറവും വരാൻ പാടില്ല. അതിന് നിനക്കൊരു കൂട്ടിന് വേണ്ടിയിട്ട് പടച്ചോൻ എന്നെ ഇങ്ങോട്ട് അയച്ചതാണ്. ആരാണ് ഞാൻ? ദുനിയാവിൽ വെച്ചുകൊണ്ട് ചെയ്ത നിന്റെ സൽക്കർമ്മങ്ങളാണ് എന്ന് ആ സൽക്കർമ്മമാകുന്ന മനുഷ്യൻ അവിടെ ഈ ഖബറാളിക്ക് മറുപടി കൊടുക്കും എന്നാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ പ്രിയമുള്ളവരെ, ഇത് നല്ല മനുഷ്യരെ ജീവിതത്തിൽ പടച്ചറബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന നല്ല മനുഷ്യരെ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ മാലാകമാർ വന്ന്
കൊണ്ടുപോവുക എന്നതിൻ്റെ ഒരു ചിത്രീകരണം ഹബീബ് പഠിപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞതുപോലെ അവരെ പിടിക്കാനല്ല വരുന്നത്, പിന്നെ അവരെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് മലക്കുകൾ വരുന്നത് എന്നാണ്. സത്യവിശ്വാസികളാണെന്ന് പറയുമ്പോൾ തന്നെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും ജീവിതത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞ വിഭാഗത്തിൽ ഉൾപ്പെടാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ കഴിയണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം ജീവിതത്തിൽ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല മരണത്തിൻ്റെ ലക്ഷണങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നല്ല മരണത്തിൻ്റെ ചില ലക്ഷണങ്ങൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അവയിൽ ഏതെങ്കിലും ഒന്നോടുകൂടി മരണപ്പെടാൻ നമുക്ക് കഴിയുമെങ്കിൽ സന്തോഷിക്കാൻ വകുപ്പുണ്ട് നമുക്ക്. ചില മരണങ്ങൾ അത് സത്യവിശ്വാസികൾക്ക് ആശ്വാസകരമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പല സന്ദർഭങ്ങളിലായിട്ട് അത് വിശദീകരിച്ചിട്ടുണ്ട്. എന്താ നല്ല മരണത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ, ഏതൊക്കെ അവസ്ഥയിൽ മരണപ്പെടുന്നതാ നല്ല മരണം എന്നൊക്കെ ഞാൻ വിശദീകരിക്കുന്നൊന്നുമില്ല, നിങ്ങളതിൻ്റെ സൂചനകൾ മാത്രം ഒന്ന് തരികയാണ്, ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട്. അതിലൊന്ന് ഷഹാദത്ത് കലിമ ചൊല്ലിയുള്ള മരണമാണ്. ഷഹാദത്ത് കലിമ ചൊല്ലിയുള്ള മരണം, മരിക്കാൻ നേരത്ത് കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ കഴിയുമെങ്കിൽ അത് നല്ല മരണത്തിൻ്റെ ലക്ഷണമാണ് എന്ന്, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് കാല സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. രണ്ടാമതായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നെറ്റിത്തടം വിയർത്തുകൊണ്ടുള്ള മരണം. നെറ്റിത്തടം വിയർത്തുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ അതും നല്ല മരണത്തിൻ്റെ ലക്ഷണമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതായി അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. മുഅ്മിനിൻ്റെ മരണം നെറ്റിത്തടം വിയർത്തുകൊണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. നല്ല മനുഷ്യൻ്റെ മരണം അതൊരു ലക്ഷണമാണെന്നാണ് പറയുന്നത്. മൂന്നാമതായിട്ട് പഠിപ്പിച്ചത് വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ മരണപ്പെട്ടാൽ, വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ചയുടെ പകലിലോ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അത് നല്ല മരണത്തിൻ്റെ ലക്ഷണമാണ്. ഖബറിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു അവനെ സംരക്ഷിക്കുമെന്ന് തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലോ മരണപ്പെടാം. മറ്റൊന്ന് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക മരിക്കുക. നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക മരിക്കുക. നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സ്വതക്ക കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെ ഏത് നന്മയാവട്ടെ ഒരു സൽക്കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടാൽ അത് നല്ല മരണത്തിൻ്റെ ലക്ഷണമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസിൽ ഇങ്ങനെ കാണാൻ കഴിയും. ആരെങ്കിലും അള്ളാഹുവിൻ്റെ വജ്ഹ്, അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും അതോടുകൂടി മരിക്കുകയുമാണെങ്കിൽ അവൻക്ക് സ്വർഗമാണ്. ആരെങ്കിലും അള്ളാഹുവിൻ്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് ഒരു ദിവസം നോമ്പെടുക്കുകയും ആ നോമ്പ് നോമ്പോടുകൂടി മരിക്കുകയും ചെയ്താൽ അവൻക്ക് സ്വർഗമാണ്. ആരെങ്കിലും അള്ളാഹുവിൻ്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് സ്വതക്ക നൽകുകയും അതോടുകൂടി അവൻ്റെ അന്ത്യം സംഭവിക്കുകയും ചെയ്താലും അവന് സ്വർഗമാണ് എന്ന് അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അൽബാനിയൊക്കെ അത് സ്വഹീഹാണെന്ന് റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാൻ കഴിയും. അപ്പം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള മരണം അത് നല്ല മരണമാണെന്നാണ്. മറ്റൊന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിക്കാൻ ഷഹീദാകുന്ന അവസ്ഥയിലുള്ള മരണം അത് നല്ല മരണമാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ അതിർത്തി സംരക്ഷിക്കാൻ വേണ്ടി കാവൽക്കാരനായി നിൽക്കുമ്പോഴുള്ള മരണം അത് ഇതിൽപ്പെടും. ഒരു ഇസ്ലാമിക ഗവൺമെൻറ്, ഇസ്ലാമിക രാഷ്ട്രം അതിൻ്റെ അതിർത്തി സംരക്ഷിക്കാൻ വേണ്ടി കാവൽ നിൽക്കുന്ന അവസ്ഥയിൽ മരിച്ചാൽ അത് നല്ല മരണത്തിൻ്റെ ലക്ഷണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഇനി ശരീര സംരക്ഷണത്തിന് വേണ്ടിയുള്ള മരണം, കുടുംബ സംരക്ഷണത്തിന് വേണ്ടിയുള്ള മരണം, സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള മരണം, ദീന് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള മരണം, പ്ലേഗ്, കോളറ പോലുള്ള പകർച്ചവ്യാധികൾ ബാധിച്ചുകൊണ്ടുള്ള മരണം, തീപൊള്ളലേറ്റ് കെട്ടിടം തകർന്നു വീണ് വെള്ളത്തിൽ മുങ്ങി മരിച്ച് അത്തരത്തിലുള്ള മരണങ്ങൾ, ഗർഭിണിയായിരിക്കെയുള്ള മരണം, ഇങ്ങനെയൊക്കെ ഒരുപാട് പലതരത്തിലുള്ള മരണങ്ങളെക്കുറിച്ച് ഹദീസുകളിലൂടെയൊക്കെ കാണാൻ കഴിയും നമുക്ക്. പ്രസവം മൂലമുള്ള മരണം ഷഹാദത്താണ് എന്ന് ഹദീസിലുണ്ട്. തൊബ്രാനി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയമുള്ളവരെ, ഇതൊക്കെ നല്ല മരണത്തിൻ്റെ ചില ലക്ഷണങ്ങളും അടയാളങ്ങളൊക്കെ ആയിട്ട് ഹദീസിൽ വന്ന കാര്യങ്ങളാണ്. ഏതായിരുന്നാലും എല്ലാ അർത്ഥത്തിലും നേരത്തെയൊക്കെ നമ്മൾ വിശദീകരിച്ചതുപോലെ
നമ്മളൊക്കെ മരിക്കും, ഒരു ദിവസം നമ്മൾ മരിക്കും. അത് എവിടെയെങ്കിലും കടന്ന് എങ്ങനെയെങ്കിലും മരിക്കുക എന്നതായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ആഗ്രഹം. എങ്ങനെയെങ്കിലും മരിച്ചാൽ പോരാ. പിന്നെ അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മുടെ ഊണിലും ഉറക്കത്തിലുമൊക്കെ നമ്മുടെ ആഗ്രഹമായിട്ടുള്ള സ്വപ്നമായിട്ടുള്ള ആ സ്വർഗലോകമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് ശുഭ്രവസ്ത്രധാരികളായ അള്ളാഹുവിൻ്റെ മാലാഖമാർ വന്നിട്ട് നമ്മളെ കൈപിടിച്ച് ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്ന ആ മരണത്തിൻ്റെ ആളുകളായിട്ട് മാറാൻ, അങ്ങനെ മരണത്തിന് കീഴ്പ്പെടാൻ എനിക്കും നിങ്ങൾക്കും കഴിയും. എങ്ങനെ? അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞതുപോലെ, അള്ളാഹ് പറഞ്ഞതുപോലെ ജീവിക്കാനും ജീവിതത്തെ ക്രമപ്പെടുത്താനും കഴിയുമെങ്കിൽ നമുക്കതിന് കഴിയുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് ആ അർത്ഥത്തിലൊക്കെ ആയിരിക്കണം ഈ ദുനിയാവിൽ നിന്നുള്ള എൻ്റെ വിടവാങ്ങൽ എന്ന് തീരുമാനിക്കാനും ഉറപ്പിക്കാനും പ്രാർത്ഥിക്കാനും ആഗ്രഹിക്കാനുമൊക്കെ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആ നല്ല റൂഹുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.